എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ദം ബിരിയാണിയാണ്. ആദ്യമായിട്ടൊക്കെ ബിരിയാണി വെക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സൽക്കാരങ്ങളിലോ അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ബീഫ് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് എടുക്കുമ്പം ഒരുപാട് അങ്ങ് ചെറുതാക്കരുത്. അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു 1 കിലോ ബീഫ് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് കേട്ടോ നമ്മൾ ബീഫ് വേവിച്ചിട്ട് എടുക്കുന്നത്. ഈ ഒരു ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതൊരു 1/4 കപ്പ് അളവിൽ ഇഞ്ചി കട്ട് ചെയ്തിട്ട് എടുത്താണ്. ഒരു 10ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞങ്ങ് പോവണ്ട. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ചതച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ചതച്ചിട്ടെടുത്ത് ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം തന്നെ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് പകുതി മാറ്റിയിട്ട് സവാള വഴറ്റുന്ന ഒരു സമയത്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയില ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീഫിനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ബീഫിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ എടുക്കുന്ന ഓരോ ബീഫിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഒരു വേവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഫ് വേവിച്ചിട്ടെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒരു വിസിൽ അടുപ്പിക്കും. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 4 വിസിലും കൂടി അടുപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 4 വിസിലും അടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു കുക്കറിൻ്റെ ഒരു ചൂട് പോയി അതിൻ്റെ ഒരു പ്രഷർ പൂർണ്ണമായിട്ടും പോയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കാവുള്ളൂ. അപ്പോഴത്തേക്കും കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സവാളയും തക്കാളിയും ഞാൻ ഒരുപാട് സമയം എണ്ണയിലിട്ട് വഴറ്റി അങ്ങനെ അല്ലാട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇവിടെ ഈ ഒരു സവാള കട്ട് ചെയ്തതും തക്കാളിയും ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തെന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വഴറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും ഈസി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവത്തുമില്ല. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും അങ്ങനെ മറ്റു ഓയിലുകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 4 വിസിലൊന്ന് അടുപ്പിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് 4 വിസിലടിച്ച് ആ ഒരു പ്രഷർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും കണ്ടില്ല, ഒരു തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളിയും ഉള്ളിയെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു വെള്ളം അത്യാവശ്യം നമുക്കൊന്ന് ഇതുപോലെ വറ്റി വരും. ഇതുപോലെ ഒരു വെള്ളം അത്യാവശ്യം വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെറും 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളൊരു ബീഫ് വേവിക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ ടേബിൾ സ്പൂണിലല്ല, ചെറിയ ടീസ്പൂണിൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മളൊരു ബീഫ് വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് എരിവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക്
ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളൊരു ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കൈപ്പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ബിരിയാണി മസാല കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലൊരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫില്ലേ, ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ചൊരു വെള്ളമയം പോലെ ഉണ്ട്. ഇത്രയെങ്കിലും അതിലൊരു വെള്ളമയം പോലെ വേണം, എങ്കിൽ മാത്രം നമ്മുടെ ഒരു ബിരിയാണിയുടെ മസാല ഒരുപാടങ്ങ് ഉണങ്ങി ഡ്രൈ ആയി പോകാതിരിക്കത്തുള്ളൂ. ബിരിയാണിയുടെ ഒരു മസാല ഒരുപാടങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്തും അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി നിറയെ ഇതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുന്ന ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വറുത്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഉണക്കമുന്തിരി ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള 2 സവാളയാണ് കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 1-2 തവണ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത്യാവശ്യം അതൊന്ന് മൊരിഞ്ഞ് കളറൊന്ന് മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കുക കേട്ടോ. എണ്ണയ്ക്കകത്ത് നിന്ന് ഇതുപോലെ എടുത്ത് കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സവാള ഫ്രൈ ചെയ്തത് കിട്ടും. അപ്പോൾ ഇതുണ്ടല്ലോ, എല്ലാ സവാള ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 4 കപ്പ് അളവിൽ റൈസാണ് ഇട്ട് എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ ജീരകശാല റൈസാണ് ഇട്ട് എടുത്തിരിക്കുന്നത്, കൈമ റൈസ്. അപ്പോൾ 4 കപ്പ് അളവിൽ ജീരകശാല അരി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് നിന്ന് കഴുകി എടുത്തിട്ട് വരാം കുറച്ച് തവണ ഈ ഒരു അരിയെ. നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 25 മിനിറ്റോളം നമ്മൾ ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. മാക്സിമം ഒരു 20-25 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ അരി കുതിർക്കരുത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ അരി വേവിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഒഴിക്കുന്നത്, പക്ഷേ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യും ഓയിലും നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു 3 കറുവപ്പട്ട, ഒരു തക്കോലും, അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീവ്സും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു 1/4 കപ്പ് അളവിൽ സവാള കട്ട് ചെയ്തതാണ്. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയും അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി അളന്നിട്ടെടുത്ത കപ്പിൽ തന്നെ വേണം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഒരു അരിയുടെ ഒരു വേവ് അനുസരിച്ച് ഒരു 1/2 കപ്പും കൂടി ഞാനൊന്ന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6.5 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ അരി അളന്നിട്ടെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു 6.5 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ അരി വെന്ത് വരുന്ന ഒരു സമയത്ത് കറക്റ്റായി ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. ഒരുപാട് കൂടി പോകരുത്, അത്യാവശ്യം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇതുപോലെ വരുന്ന സമയത്ത് നമ്മളൊരു 25 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിൻ്റെ വെള്ളമെല്ലാം വേറൊരു അരിപ്പയിലേക്ക് ഊറ്റി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരിയിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് നന്നായിട്ട് തിളച്ച് കറി വരുന്നിടം വരെ നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, 1 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വരും. ഇതുപോലെ ഒന്ന് തിളച്ച് കയറിയാൽ അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റ് മാത്രം മതി നമുക്ക് അരി വെന്ത് വരാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് ചോറ് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 2-3 തവണ ഞാൻ ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുത്ത് ചോറ് ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ദം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു ബിരിയാണിയുടെ മസാല ഫുള്ള് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയില്ലേ, ആ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുക. കൂടാതെ ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചോറില്ലേ, ആ ഒരു ചോറ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് കുറയരുത്. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഒരു പകുതി ചോറ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാൻ ഇതുപോലെ ചോറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ചോറ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം. 1 നുള്ളു ബിരിയാണി മസാലയും കൂടി ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് രണ്ടും ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ വളരെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താണ് ആ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടി പോരുത്. ഇതുപോലെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുത്ത എല്ലാ ചേരുവകളും തന്നെ ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ദം ചെയ്യുന്നത് ഇതിലൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു മൂടിലും ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലൊരു പഴയൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ചൂടാക്കിയ ഒരു പാനിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും പിന്നെ 14 മിനിറ്റോളം ടോട്ടൽ നമ്മൾ 15 മിനിറ്റോളം ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ദം ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് മുകളിലുള്ള ഒരു ചോറ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെർവ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വന്നിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് ഇതുപോലെ നിങ്ങൾ ബിരിയാണി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതുവരെയായിട്ടും റെഡി ആയിട്ടില്ലെങ്കിലും ആദ്യമായിട്ടൊക്കെ ബിരിയാണി വെക്കുന്നവരാണെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.